നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് ധാരാളം വിദേശത്തേക്ക് പോകുന്നു. അവിടെ വിദേശത്തുള്ള ഏറ്റവും വലിയൊരു കംപ്ലയിൻറ്റ് നമ്മുടെ ഇവിടുന്ന് ചെല്ലുന്ന കുട്ടികൾക്കൊന്നും അവിടുത്തെ ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ ബിഹേവ് ചെയ്യാൻ അറിയില്ല. അവർ അവിടെ ചെന്നിട്ട് അവരുടെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യാതെ തോന്നിയ രീതിയിലൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്നു. ഇത് കാരണം ആ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്കെതിരെ വലിയ വംശീയമായ വലിയ അക്രമങ്ങളും മറ്റും നടക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ പലരും പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അടിസ്ഥാന തലത്തിൽ എനിക്ക് പേരൻസിനോട് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ ബിഹേവ് ചെയ്യാൻ പഠിപ്പിക്കുക, പിന്നെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, ഒരു സോഷ്യൽ കണക്ഷനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക, സമൂഹമായിട്ട് എങ്ങനെ ഒത്തുചേർന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുക, ഇതൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ ബേസിക്കായിട്ട് പഠിപ്പിക്കണം. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഇന്ന് ഒരുപാട് കുട്ടികളുടെ ഒരു വിഷയമാണ് ബിഹേവ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ നന്നായിട്ട് മനുഷ്യരുമായിട്ട് സാഹചര്യങ്ങളോട് പെരുമാറാൻ അറിയാത്ത ഒരവസ്ഥ. നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരെ പോലെ ഉള്ള മാനേഴ്സും എറ്റിക്വേറ്റ്സും ഒന്നും വേണം എന്ന് നിർബന്ധമില്ല. പക്ഷേ എന്നാലും ഒരു സോഷ്യൽ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ നമ്മുടേതായ ചില മര്യാദകൾ പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് കുട്ടികൾക്ക് പ്രാധാന്യം നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ പ്രാധാന്യം കൊടുക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും അത് അവർ ലേൺ ചെയ്യാതെ പോകുന്നത്. അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ ഇന്ന് പോയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവരെ അങ്ങ് മെറ്റീരിയലിസ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് പരീക്ഷകളൊക്കെ എഴുതിക്കുന്ന ഒരു തിരക്കിലാണ് പലപ്പോഴും ഇതിനുള്ള സ്പേസൊക്കെ നഷ്ടപ്പെടുന്നത്. എനിക്ക് തോന്നുന്ന ഒരു വലിയ ബിസിനസ്സുകാരൻ, എനിക്ക് തോന്നുന്നു ജാക്മ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യത്തെ പൊസിഷനിലൊന്നും ക്ലാസ്സിൽ വരരുത്. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ അങ്ങനെ ടോപ്പ് പൊസിഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളും പഠിക്കാനുള്ള സമയവും സാഹചര്യങ്ങളും നഷ്ടപ്പെടും. ഇതിനകത്തൊരു വലിയ വിസ്ഡമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ഈ അക്കാഡമിക്കായിട്ട് ഫോഴ്സ് ചെയ്ത് കുട്ടികളെയൊക്കെ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കുമ്പോൾ അവർക്ക് വേറൊരു കാര്യവും ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നില്ല. ഇത് എല്ലാവരുടെയും, ചില കുട്ടികൾക്ക് അതിനൊക്കെ എല്ലാ എബിലിറ്റിയും ഈക്വലായിട്ട് കാണുന്ന കുട്ടികളുണ്ടായിരിക്കും. പക്ഷേ ജനറലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ അവരിലൊരു ഡെഫിഷ്യൻസി ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, അവർ വളർന്നു കഴിയുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കാൻ പോകുന്നത് അവരുടെ ബിഹേവിങ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ബേസിക് മാനേഴ്സും എറ്റിക്കേറ്റ്സും ഒക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളെ വളർത്തേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു മിററായി മാറുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് കണ്ടു പഠിക്കാൻ, അനുഭവിച്ച് പഠിക്കാനുള്ള മാതൃകകളായിട്ട് മാതാപിതാക്കൾ അവർക്ക് ചുറ്റുമുള്ള മനുഷ്യരും മാറണം. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ തന്നെ ഒരു നല്ല വെൽ മാനേർഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ്സ് ആ കുട്ടികൾക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ പേരൻസ് തന്നെ അത് നന്നായിട്ട്, ഇപ്പോൾ ഒരു പൊളൈറ്റ്നെസ്, ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് പൊളൈറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ മര്യാദയോടുകൂടി ഇടപെടുക. അപ്പോൾ കുട്ടികളോട് റെസ്പെക്റ്റോടു കൂടിയൊക്കെ ഇടപെടുന്ന സൊസൈറ്റിയിൽ കുട്ടികളും വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് വളർന്നു വരികയും അവർ ആ റെസ്പെക്റ്റ് എല്ലാവരോടും കാണിക്കുകയും ചെയ്യാറുണ്ട്. നേരെ മറിച്ച് കുട്ടികളോട് വളരെ അഗ്രസീവായിട്ട് ഇടപെടുക, വളരെ മീനായിട്ട് ഇടപെടുക, അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളിലും അതേ സ്വഭാവം തന്നെ ഉണ്ടാവാനും അവർ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവർക്ക് ചെയ്യാവുന്നവരോടെല്ലാം അതുപോലെ അൺപൊളൈറ്റായിട്ട് ഇടപെടാനുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളോട് പൊളൈറ്റായിട്ട് ഇടപെട്ട് തന്നെ നമ്മൾ കുട്ടികളെ വളർത്തുക. ഇനി ചില പേരൻസൊക്കെ പറയാറുണ്ട്, എത്ര പൊളൈറ്റായിട്ട് ഞങ്ങൾ ഇടപെട്ടില്ല. ചില കുട്ടികളിൽ ചില സൈക്കോളജിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ഇഷ്യൂസൊക്കെ കാണും. അത്തരം കുട്ടികളെ നമുക്കിതിനകത്തുനിന്ന് എക്സംപ്റ്റ് ചെയ്യാം. അത്തരം കുട്ടികൾക്ക് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകളോ അതിൻ്റേതായ തെറാപ്പികളോ ഒക്കെ കൊടുത്തു വേണം, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അവരെ കൈകാര്യം ചെയ്ത് പതുക്കെ വേണം അവരെ അതിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ജനറലായിട്ട് നമ്മൾ പൊളൈറ്റായിട്ട് ഇടപെടുന്ന കുട്ടികൾ നമ്മളോടും പൊളൈറ്റായിട്ട് ഇടപെടുക, അവർ സാഹചര്യങ്ങളോടും പൊളൈറ്റായിട്ട് ഇടപെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പൊളൈറ്റ് ആണോ എന്നുള്ളത് ഒരു വലിയ കണ്ടീഷനാണ് ഇതിനകത്ത്. രണ്ടാമതായിട്ട് നമ്മളെപ്പോഴും കുട്ടികളെ ഗ്രീറ്റ് ചെയ്യാനും മറ്റുമൊക്കെ പഠിപ്പിക്കണം. ഇപ്പോൾ ഒരു താങ്ക് യു പറയാൻ, സോറി പറയാൻ, അതുപോലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ, വിഷ് ചെയ്യാൻ, ഗുഡ് ബൈ പറയാനൊക്കെ നമ്മൾ എപ്പോഴും ചെറിയ പ്രായത്തിലേ പഠിപ്പിക്കണം. ഇതിന് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, അവർ വളരെ കൈൻഡ് ആവുന്നു, പൊളൈറ്റ് ആവുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ഒരു സൊസൈറ്റിയിൽ കണക്ട് ചെയ്യാനുള്ള എബിലിറ്റി പതുക്കെ പതുക്കെ കൂടിക്കൊണ്ടിരിക്കും. പല വിദേശ രാജ്യങ്ങളിലും കൊച്ചുകുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള വാക്കുകൾ, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളും അതിൻ്റെ ആപ്ലിക്കേഷൻസും അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് ആ കുട്ടികളുടെയൊക്കെ ഒരു ബിഹേവിങ്ങിലേക്ക് വരികയും അത് അവർക്ക് ഒത്തിരി ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും പല കുട്ടികളിലും കാണാറില്ല. ഒന്ന് ഗ്രീറ്റ് ചെയ്യത്തില്ല, കണ്ണിൽ പോലും ഒന്നും നോക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ വളരുന്നെങ്കിൽ, ചുമ്മാതെ ഇപ്പോൾ സ്കൂളിൻ്റെ ബോർഡയിൽ
മാത്രം ഇൻ്റർനാഷണൽ എന്ന് എഴുതി വെച്ചിട്ടൊരു കാര്യമില്ല. പേരൻസൊക്കെ എന്നോട് പറയാറുണ്ട്, അവൻ ബ്രിട്ടീഷ് കരിക്കുലമാണ് എന്നൊക്കെ പറയുന്ന പല കുട്ടികളും സത്യം പറഞ്ഞാൽ അവർക്ക് ബേസിക്കായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് വലിയൊരു ഡെഫിഷ്യൻസിയാണ്. മൂന്നാമതായിട്ട് ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന 2 സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഈസ്റ്റേൺ കൾച്ചറിൽ, നമ്മുടെ ഒരു കേരളത്തിലെയൊക്കെ നമ്മുടെയൊക്കെ സംസ്കാരത്തിൽ 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന്, ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ ടേബിളാണ്, ഡൈനിങ് ടേബിളാണ്. ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ നമ്മൾ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യാനും പൊളൈറ്റ്നെസ് കാണിക്കാനും ഒക്കെ പഠിപ്പിക്കുക. ഇപ്പോൾ അവിടെ തന്നെ ഒരു സാധനം സെർവ് ചെയ്യുമ്പോൾ അതിലേറ്റവും ബെസ്റ്റ് പീസസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മുടെ കുട്ടികൾ തയ്യാറാവണം. ഈ അടുത്തിടെ ഞാനൊരു വീഡിയോ കണ്ടു, ഒരു ടീച്ചർ കുറേ പഴങ്ങൾ ഒരു ട്രെയിൽ വെച്ചിട്ട് കുട്ടികൾക്കത് എടുക്കാൻ അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ്സിലെ വളരെ പഠിക്കാനൊക്കെ പുവറായിട്ടുള്ളൊരു കുട്ടി വന്നിട്ട് അതിനകത്തെ ഒരു അല്പം ഡിഫോമിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ശകലം കേടായ പഴം അതൊരെണ്ണം അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ടീച്ചർ അത് അറിഞ്ഞുകൊണ്ട് അതിനകത്ത് വെച്ചതാണ്. പക്ഷേ ആ കേടായ പഴം അല്ലെങ്കിൽ ആ തൊലി ഒരു ശകലം പൊളിഞ്ഞിരിക്കുന്ന ഒരു പഴം ആ കുട്ടി എടുക്കുന്നു. കാരണം ആ കുട്ടിക്കാണ് കൂടുതൽ എമ്പതി ഉള്ളത്. ഒരുപക്ഷെ അവൻ്റെ ആ കുറവുകളോട് അവൻ നേരിട്ട് ഒരുപക്ഷെ അവൻ്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അവൻ അതിലൂടെയൊക്കെ അവനിൽ ആ ഒരു ക്വാളിറ്റി കണ്ടെത്തിയിരിക്കുന്നു. മിടുക്കരെല്ലാം ഏറ്റവും നല്ലത് നോക്കി പറക്കിക്കൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മാങ്ങാപ്പൂളി അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരിച്ചിരി മോശമായിട്ടുള്ള കാര്യം നമ്മളെടുത്തിട്ട് കുറച്ചുകൂടെ നല്ലതായിരിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ചെറിയ പ്രായം പോലെ ശീലിപ്പിച്ചാൽ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ആ ചെറിയ കുറവുള്ളതൊക്കെ എടുത്ത് കഴിച്ച് വളരുന്ന കുട്ടികളാണ് പിന്നീട് അതിൻ്റെ വലിയ പീസുകളൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ ആ സ്റ്റാർഡത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റി ലെവലിലേക്കൊക്കെ വളർന്നു വരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുപോലെ കുട്ടികളെ വെയിറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം, അവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം, പേഷ്യൻസ് പഠിപ്പിക്കണം. എല്ലായിടത്തും ചാടിക്കേറി എല്ലാം അങ്ങ് നേടിയെടുക്കുക. നമ്മുടെ കുട്ടികളൊക്കെ വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ ഇന്ത്യക്കാരെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോശമായ ഒരഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ക്യൂ തെറ്റിക്കുക, ആവശ്യമില്ലാത്തടത്തുള്ള ഇടിച്ച് കയറുക, അനാവശ്യമായിട്ട് ശബ്ദം ഉയർത്തുക, പിന്നെ ട്രാഫിക് നമ്മൾ റേജ് കാണിക്കുക. ഇതെല്ലാം എന്താണ്, കുട്ടികളെ ടേൺ അനുസരിക്കാൻ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ കുട്ടികളെ അതൊക്കെ പഠിപ്പിക്കണം. ദേ ഹാവ് ടു മേക്ക് ദം വെയിറ്റ്. ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി പതുക്കെ കൊടുക്കാവുള്ളൂ, ചില കാര്യങ്ങളൊക്കെ പതുക്കെ വാങ്ങിച്ചു കൊടുക്കാവുള്ളൂ, ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവരൊന്ന് വെയിറ്റ് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. അത് ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. കുഞ്ഞുനാളിലെ അതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരതൊക്കെ പഠിക്കുക. എപ്പോഴും മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് കൊടുക്കുക, കൂടെയുള്ളവർക്ക് ബെനിഫിറ്റ് കൊടുക്കുക. നമ്മളൊരു ശകലം മാറി നിന്നാലും മറ്റുള്ളവർക്ക് വഴി കൊടുക്കുക. മലയാളത്തിൽ പണ്ട് പറയാറുണ്ട്, ഒരു വരമ്പത്തൂടെ മാന്യരായ 2 പേര് നടന്നു വന്നാൽ, ഒരാൾക്ക് നടക്കാൻ പറ്റുന്നൊരു വരമ്പത്തൂടെ മാന്യരായ 2 പേർ നടന്നു വന്നാൽ മൂന്നാമതൊരാൾക്കൂടെ അതിലെ നടന്ന് കയറി പോകാൻ പറ്റും. അതാണ് ആ മാന്യത എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വഴി കൊടുക്കുക, ഒന്ന് മാറിക്കൊടുക്കുക, ഒന്ന് വിട്ടുകൊടുക്കുക. അങ്ങനെയൊക്കെയുള്ളവരാണ് ലോകത്ത് വലിയ വിജയികളായിട്ട് മാറിയിട്ടുള്ളത്. ഒരു സംശയമില്ല. എല്ലാം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു തലമുറയെ നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ സ്കൂളിങ്ങിൻ്റെയൊക്കെ കുഴപ്പം, വി ആർ ട്രൈങ് ടു മേക്ക് ചിൽഡ്രൻ സ്മാർട്ട്, നോട്ട് ഹ്യൂമൻ. ഇത് വലിയൊരു ട്രാജഡിയാണ്. അവസാനം വന്നിട്ട് എന്താ സംഭവിക്കണേ? ഒരു ഹ്യൂമൻ ഇല്ല, സ്മാർട്ടാണ്, അതിൻ്റെ ഭവിഷ്യത്തുകളുമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ഈ റൂൾസൊക്കെ തെറ്റിക്കുന്നവനെ നമ്മൾ ലീഡറെന്ന് വിളിക്കും, പിന്നെ കള്ളത്തരം കാണിക്കുന്നവനെ നമ്മൾ മിടുക്കനെന്ന് വിളിക്കും, ചീറ്റ് ചെയ്യുന്നവനെ നമ്മൾ ഹീറോ എന്ന് വിളിക്കും. അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ നാട് കൂടുതൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് അത്തരത്തിലുള്ള സ്മാർട്ട്നെസ് അല്ല നമുക്ക് ആവശ്യം. പിന്നെ പലപ്പോഴും നമ്മുടെ അക്കാഡമിക്സ് എല്ലാം ഒരു ഫാക്ടറി ഫിറ്റിനെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു ഫാക്ടറിക്ക് വേണ്ട തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിൻ്റെ പേര് വിദ്യാഭ്യാസം എന്നല്ല, അത് ഒരു ട്രെയിനിങ് ആണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കൾച്ചറിങ് ആണ്. ഒരു മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക, ഏറ്റവും ഉദാത്തമായ ഏറ്റവും നോബിളായ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതൊക്കെ പ്രൈവറ്റായിട്ട് കറക്റ്റ് ചെയ്യുക, അതിനകത്ത് വലിയൊരു വാല്യൂ ഉണ്ട്. അവരും അങ്ങനെ തന്നെ ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഒരു നീരസം ഏതെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ അത് പ്രൈവറ്റായിട്ട് വന്ന് പറയാൻ അവർ ശീലിക്കും. എപ്പോഴും പ്രൈവറ്റായിട്ട്, പബ്ലിക്കായിട്ട് നമുക്ക് പ്രൈസ് ചെയ്യാം.
പക്ഷെ പ്രൈവറ്റായിട്ട് അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ ജെൻറ്റിലായിട്ട് കുട്ടികളോട് അവരെ തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ്സ് കുട്ടികളിലുണ്ടാവും, അവരുടെ മാനേഴ്സിലുണ്ടാവും. അതുപോലെ അവർ നല്ല നല്ല ശീലങ്ങൾ കാണിക്കുമ്പോൾ, നല്ല മര്യാദകൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. വീട്ടിലാരെങ്കിലുമൊക്കെ വന്നാൽ ഒന്ന് ഇറങ്ങി വന്ന് എല്ലാവരുമായിട്ടൊന്ന് ഇടപെടാനൊക്കെ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. മക്കളെല്ലാം പഠിക്കുകയാണ്, നിങ്ങൾ ആര് വന്നാലും നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി വരണ്ട എന്നൊക്കെ പറയുന്ന പേരൻസ് ഉണ്ട്. അത്തരം പേരൻസ് കുട്ടികളെയൊക്കെ വളരെ ചീപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരെയൊക്കെ വിളിച്ച് അവർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. 2 മിനിറ്റ് അവരോടൊക്കെ ഇരിക്കുക, അവരുമായിട്ടൊരു ഐ കോണ്ടാക്റ്റൊക്കെ വരുത്തുക. അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കാണിക്കുന്ന നല്ല ക്വാളിറ്റീസിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക. അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത്തരം ക്വാളിറ്റീസിനൊക്കെ വലിയ വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാവും. മാർക്കിന് മാത്രമല്ല വാല്യൂ എന്ന് കുട്ടികൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊക്കെ അവർ വലിയ വാല്യൂ കൽപ്പിക്കുക. അതനുസരിച്ച് അവർ മാനേർഡ് ആകുകയും ചെയ്യും. ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിപ്പിക്കണം. ഞാൻ പല കുട്ടികൾക്കും ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഒരു മുഖത്തോട്ടല്ല നോക്കുന്നത്, ഒരു ജെനുവിൻ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു സോഷ്യൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനൊക്കെ അവരെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കണം. അവരുടെ ആ എൻഗേജ്മെൻ്റൊക്കെ വളരെ ജെനുവിൻ ആയിരിക്കണം. എങ്കിലും ഒരു വാംത് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളവരാണ് ജോലിയൊക്കെ ലഭിക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് അച്ചീവ്മെൻറ്റ്സൊക്കെ ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ ഉള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ഒരു വാംത്തും ഒരു സ്പിരിറ്റും എന്തൂസിയാസവും ഒക്കെയുള്ള ഒരാളെ കാണുമ്പോൾ മുഖത്തൊരു സന്തോഷവും ചിരിയും പല ആൾക്കാർക്കും ഒന്നുമില്ല, വറ്റി വരണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? വളരെ ചെറിയ പ്രായത്തിൽ അത്തരം സോഫ്റ്റ് സ്കില്ലുകളെ ഒന്നും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ല. മുഖത്തൊരു ചിരി ഉണ്ടായിരിക്കുക, ഒരു സന്തോഷം ഉണ്ടായിരിക്കുക, ഒരു സ്പിരിറ്റ് ഉണ്ടായിരിക്കുക, ഒരു എന്തൂസിയാസം ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയുള്ളവരുടെ കൂടെ അല്ലേ എപ്പോഴും ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കളെ അതുപോലുള്ള ഒരാളാക്കി മാറ്റാൻ അതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുക, അതിനൊക്കെ മുൻഗണന കൊടുക്കുക, അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക. എൻ്റെ ഇളയ മകൻ വളർന്നു വരുന്ന സമയത്ത് അവന് ചിരിയില്ല. പലരും പറയും അവനെ ഭയങ്കര മസിൽ പിടിച്ചാൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊരു പ്രയോറിറ്റി കൊടുത്തു. എപ്പോഴും അവനെ ആ കാര്യത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, എൻകറേജ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. ഇന്ന് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ് പുള്ളി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളതിന് പ്രയോറിറ്റി കൊടുക്കുക. മറ്റു കാര്യങ്ങളെക്കാൾ അതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ നമ്മൾ പല കുട്ടികളെ പറ്റും പറയുന്നതാണ്, അവരെങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരവിടെ എല്ലാം അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ബാഡ് മാനേഴ്സാണ് എന്നൊക്കെ പറയുന്ന പല പേരൻസുണ്ട്. ഞാനൊരു കാര്യം പറയുമ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള ചില പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ള, സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ, അവരൊക്കെ ചെറിയ പ്രായത്തിൽ അവരെവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു എന്നും പറഞ്ഞ് അവരെയൊന്നും കൊണ്ടുപോകാതിരിക്കരുത്. തീർച്ചയായിട്ടും അവരെയൊക്കെ നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോകണം. കൊച്ചുകുട്ടികൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വരുത്തിയാലും അതൊന്നും ആരും ഗൗരവമായിട്ട് എടുക്കാനും പാടില്ല. കൊച്ചുകുട്ടികളെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം. കൊച്ചുകുട്ടികൾക്ക് എന്ത് മിസ്റ്റേക്ക് വന്നാലും അവരെന്ത് മിസ്റ്റേക്ക് കാണിച്ചാലും അതൊക്കെ നമ്മൾ അക്നോളജ് ചെയ്യുകയും അതിനെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു വെൽ മാനേർഡ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പലപ്പോഴും ഒരുപാട് വലിയ എലീറ്റായിട്ടുള്ള ആൾക്കാരുടെ ക്ലബ്ബുകളിലൊക്കെ ടോക്കിനൊക്കെ പോകാറുണ്ടല്ലേ, പ്രോഗ്രാംസൊക്കെ ചെയ്യാൻ പോകാറുണ്ട്. അവിടെയൊക്കെ വളരെ വലിയ ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാർ പോലെ എത്ര ചീപ്പായിട്ടാണ് കുട്ടികളൊന്ന് ശബ്ദം വെക്കുമോ, കുട്ടികളൊന്ന് ഇത് ചെയ്യുമ്പോഴൊക്കെ വളരെ ഹാർഷായിട്ട് ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ അഡൽട്ടിൻ്റെ വൈകല്യങ്ങളാണ്. പിന്നെ ഈ വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന പല ആൾക്കാർക്കും ചീപ്പ് ഈഗോയും ചീപ്പ് മാനേഴ്സും ഒക്കെ ഉള്ളവരാണ്. അതൊക്കെ നമ്മുടെ കുട്ടികൾ കണ്ടു വളരാൻ അവസരങ്ങൾ കൊടുക്കുക. നമ്മൾ കുട്ടികളെ എല്ലായിടത്തും കൊണ്ടുപോവുക, എല്ലാവരുമായിട്ട് ഇടപെടുത്തുക. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകുന്നതിന് മുമ്പ് അവിടെ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ, എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മാനേഴ്സൊക്കെ നേരത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്കൊന്ന് റോൾ മോഡൽ ചെയ്യാൻ പറ്റും. മോനെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ വേണം. ഒരു മരണ വീട്ടിലാണ് പോകുന്നത്, ഞാൻ മരണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഉറച്ച് മൊബൈൽ ഫോണിലൊക്കെ സംസാരിക്കുന്ന പ്രായമുള്ളവരെ കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ പുച്ഛം തോന്നും. വലിയ ആൾക്കാരൊക്കെയാണ്, അങ്ങനെയല്ല വേണ്ടത്. ഒരു മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ ആ സാഹചര്യത്തെ റെസ്പെക്റ്റ്, ഒരു കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ ആ സാഹചര്യത്തെ റെസ്പെക്റ്റ്, എല്ലാ സോഷ്യൽ സെറ്റിങ്ങിലും പോകാനൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത് കൊണ്ടുപോയി തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷെ പോകുന്നതിന് മുമ്പ് നമുക്ക് കുട്ടികൾക്ക് ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കാം. അവൻ എങ്ങനെയൊക്കെ ആയിരിക്കും, ദിസ് ഇസ് ദ വേ യു ഷുഡ് ബിഹേവ്. നീ ചെല്ലുമ്പോഴൊക്കെ ആരെങ്കിലും നിന്നോട് സംസാരിക്കാനൊക്കെ വരുമ്പോൾ അവരോട് വാമായിട്ട് ഇടപെടണം എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കഴിക്കാനൊക്കെ കൊണ്ടുവരുന്നതൊക്കെ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അതൊരു സ്നേഹവും സന്തോഷമാണ്. ഞാൻ കാപ്പി കുടിക്കത്തില്ല, ഞാൻ ചക്ക തിന്നത്തില്ല, അങ്ങനെയല്ല. നമ്മൾ കഴിച്ച് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും നമ്മൾ അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് മുഴുവനും കൂടെ എടുത്ത് തിന്നാനല്ല കൊണ്ടുവരുന്നത്, പക്ഷെ ഒന്ന് ഡീസൻ്റായിട്ട് അതിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇതൊരു നല്ല മാനേഴ്സ് എന്ന് പറയുന്നത്.
ഇൻ്റർവ്യൂവിലൊക്കെ ഇരിക്കുമ്പോൾ പോലും ഒരു കോഫിയൊക്കെ കൊണ്ട് ഒരു കാൻഡിഡേറ്റിന് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കും, ഡെലിബറേറ്റ് ആയിട്ട് ഒരു പിയോണോ വല്ലതും കൊണ്ട് കൊടുക്കും. എന്നിട്ട് അത് വാങ്ങിക്കണം, താങ്ക് യു പറഞ്ഞത് വാങ്ങിക്കണം. അല്ലാതെ ഞാൻ കാപ്പി കുടിക്കത്തില്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഡയബറ്റിക് ആയ ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവരെവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പഞ്ചസാര ഇട്ടൊരു ചായ ആയിരിക്കും അത് സ്നേഹത്തോടെ തരുമ്പോൾ അതൊന്ന് വാങ്ങിച്ച് അതിനകത്തെ ഒരു ഔൺസ് പഞ്ചസാര കഴിച്ചെന്നും പറഞ്ഞ് നിങ്ങൾ ചത്തുപോകത്തൊന്നുമില്ല. ഇതൊക്കെ ഒരു മാനേഴ്സിൻ്റെ ഭാഗമാണ്, അതൊക്കെ ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ്. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറണം, അതൊരു ബേസിക് ക്യാരക്ടറായിട്ട് മാറണം, അതാണ് ആവശ്യം. അതുപോലെ ഈ മാനേഴ്സ് എല്ലാം ഉണ്ടാവണമെങ്കിൽ അതിന് വേണ്ടത് ഒരു വാല്യൂ എൻറിച്ച്മെൻറ്റാണ്. നല്ല മൂല്യങ്ങളിൽ നിന്നാണ് നല്ല മാനേഴ്സ് ഉണ്ടാകുന്നത്. നല്ല മൂല്യങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറും മറ്റുള്ളവരുടെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. അവനവൻ്റെ കൾച്ചറിനെ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ ചില കുട്ടികൾ, പെൺകുട്ടികളാണെങ്കിൽ അവർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ ഒരു നമസ്തയെ തരത്തുള്ളൂ, അത് റെസ്പെക്റ്റ് ചെയ്യുക. അതിനൊരു കുഴപ്പമില്ല, ആ നമസ്തേ കൊടുത്താൽ മതി. ചില കുട്ടികളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, സാറേ അങ്ങനെ ഞങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ഒരു കംഫർട്ടബിലിറ്റി ഇല്ല. ഞാൻ പറയും, നിങ്ങൾ ഒരു നമസ്തേ കൊടുത്താൽ മതി. അത് റെസ്പെക്റ്റ് ചെയ്യാൻ എല്ലാവരും പഠിക്കണം. ഓരോരുത്തരെയും റെസ്പെക്റ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ പ്രൈവറ്റായിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങളും മറ്റും ആചരിക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടായിരിക്കണം. അത് മറ്റുള്ളവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നതല്ല ലൈഫ് എന്ന് പറയുന്നത്, നമുക്ക് അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ വേർഡ്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് അവരുടേതായ വിശ്വാസങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ സൂക്ഷിക്കാനുള്ള അവസരം കൊടുക്കുക. നമ്മുടെ വിദേശ രാജ്യത്തൊക്കെ ചെല്ലുന്ന പല കുട്ടികളും ആ രാജ്യത്തെ കൾച്ചറിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്ത്യൻസിനെതിരെ ഇന്ന് വലിയ റേജ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നു, വലിയ വയലൻസ് ഉണ്ടാകും. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആ രാജ്യത്തെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇവിടെ ചെന്നാലും ആ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഇപ്പോൾ ചെരുപ്പ് ഊരിയിട്ട് കയറേണ്ട ഒരു വീടാണെങ്കിൽ ചെരുപ്പ് ഊരിയിട്ട് കയറുക, ചെറിയ ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അവരോടൊരു പെർമിഷൻ ചോദിച്ചിട്ട് കയറുക. അപ്പം ഇങ്ങനെ ഓരോ കാര്യത്തിലും, അല്ലാതെ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ്, അതൊക്കെ ചീപ്പാണ്. ഒന്ന് കുനിയാനുള്ള കഴിവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. വലുതാകും തോറും ചെറുതായി വരണം, അതാണ് ആ വലിപ്പത്തിൻ്റെ യഥാർത്ഥ ഉയർച്ചയെന്ന് പറയുന്നത്. അത് നമുക്കുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും ഒരുമാതിരി മസിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നതാണ് വലിയൊരു പ്രശ്നം. അതുപോലെ ഞാൻ കാണുന്ന വേറൊരു തരം കുട്ടികളുണ്ട്, ഓവർ കൺട്രോൾഡ് ആയിട്ടുള്ള, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള. ഈ കുട്ടികൾക്ക് പേടിയാണ്, ബിഹേവ് ചെയ്യാൻ തന്നെ പേടിയാണ്. അവർ ശരിയും ചെയ്യത്തില്ല തെറ്റും ചെയ്യത്തില്ല, ഇങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഓവർ കൺട്രോളായിട്ട് വളർത്തുന്ന കുട്ടികൾ, പല കുട്ടികളെയും ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഞാൻ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള കുട്ടികൾ ഈ ഓവർ കൺട്രോൾഡ് കുട്ടികളാണ്. അവരെവിടെ ചെന്നാലും ഇങ്ങനെ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യരുമായിട്ട് ഇടപെടുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഈ സെൽഫോൺ എടുത്ത് ഇരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു മാനേഴ്സാണ്. അത് തീർച്ചയായിട്ടും നമ്മളെ കുട്ടികളും മുതിർന്നവരും ഒക്കെ പഠിക്കണം. എല്ലാവരുമായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആ സെൽഫോണൊക്കെ മാറ്റിവെച്ച് മനുഷ്യരുമായിട്ടൊക്കെ ഒന്ന് ഇടപെടാനായിട്ട് ശ്രമിക്കുക. ഒന്ന് ഇടപെട്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പോകുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ ആ ഇടപെടാനുള്ള ഒരു ഇനിഷ്യൽ ഇത് തീർച്ചയായിട്ടും നമ്മൾ കാണിക്കണം. ഓവർ കൺട്രോളും ഓവർ പാമ്പറിങ്ങും ഒരുപോലെ തന്നെ അപകടകരമാണ്. ഓവർ കൺട്രോൾ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ വികാരങ്ങളെ സത്യത്തിൽ പ്രകടിപ്പിക്കാൻ അറിയാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അതാണ് അവരുടെ ഒരു കുഴപ്പം. കണ്ണി നോക്കാൻ പറ്റത്തില്ല, ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും. ഈ ഷെയ്ക്ക് ഹാൻഡൊക്കെ ഇങ്ങനെ ബലഹീനമായി കൊടുക്കുന്ന കുട്ടികളാണ്. ഇതൊക്കെ കറക്റ്റ് ചെയ്യണം. നല്ല വാമായിട്ട് നല്ല ബോൾഡായിട്ട് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കാൻ പഠിപ്പിക്കണം. കണ്ണിൽ നോക്കി ഒന്ന് ചിരിച്ച് സന്തോഷമായിട്ട് ഗ്രീറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഓവർ പാമ്പേർഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് തോന്നിവാസത്തിലും അങ്ങ് വളർത്തി വിടുക, ഇത് വലിയ കുഴപ്പമാണ്. എപ്പോഴും ഒരു സോഷ്യലായിട്ട് ബിഹേവ് ചെയ്യാൻ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ വെളിയിലൊക്കെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും വീട്ടിനകത്ത് അമിതമായ കൺട്രോൾ ആവശ്യമില്ല കുട്ടികളെ സംബന്ധിച്ച്. കാരണം അവരെവിടെയെങ്കിലും ഒരിടത്ത് അവരുടെ ട്രൂ നേച്ചറൊക്കെ കാണിക്കണം, അവർക്ക് അവരുടെ ദേഷ്യവും ഒക്കെ ഒന്ന് വെന്റിലേറ്റ് ചെയ്യണം. അതിനുള്ള വേദികളൊക്കെ വീട്ടിൽ ഒരുക്കി കൊടുക്കണം. പല പേരൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വെളിയിലെല്ലാം അവൻ വളരെ ഡീസൻ്റാണ്, വീട്ടിൽ വരുമ്പോൾ വലിയ അലമ്പാണ് എന്നൊക്കെ പറയാറുണ്ട്. കുഴപ്പമില്ല, അവർക്ക് വീട്ടിലല്ലേ അതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളൊരു സ്പേസൊക്കെ വീട്ടിൽ അവർക്ക് കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മിടുക്കരായി മാറട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നാളെ മറ്റുള്ളവർ ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ അവർ നല്ല ഒരു മാനേർഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡിഗ്നിറ്റിയുള്ള ഒരു വീട്ടിൽ നിന്നാണ് അവർ വരുന്നത്, അങ്ങനത്തെ ഒരു കൾച്ചറിൽ നിന്നാണ് അവർ വരുന്നത് എന്ന് നമുക്ക് അഭിമാനത്തോടെ നാളെ പറയാൻ കഴിയണം. അതിനുവേണ്ടി ഒരു ശകല ഹോംവർക്ക് എല്ലാവരും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നല്ലതെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഹാപ്പി ലിവിങ്. താങ്ക് യു.